Welcome to a new session. In this video, we are going to discuss an important topic in computer graphics, that is seed filling algorithms, specifically boundary fill and flood fill algorithm. In our previous classes, we discussed filled area primitives, the importance of polygon filling algorithms and the scan line polygon filling algorithm, right? So today, we will move on to the second type of polygon filling algorithm, which is the seed filling algorithm. By the end of this session, you will clearly understand the working principles, algorithms, and differences between boundary fill and flood fill. So, let's get started. As we discussed earlier, polygon filling algorithms are mainly classified into two types, right? What are they? Scanline polygon filling algorithm and seed filling algorithm. So, today we are moving to seed filling algorithm. Then, what is a seed filling algorithm? Seed filling algorithms are used to fill the interior of a closed region by starting from a selected seed point inside the region. And from this seed point, the filling process spreads to the neighboring pixels based on a certain conditions. ഇവിടെ സീഡ് പോയിൻ്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? ഇപ്പോൾ തന്നിരിക്കുന്ന പിക്ചറിൽ നോക്കി ഇവിടെ നമ്മുടെ ബൗണ്ടറിക്കകത്തെ ഒരു സെലക്റ്റഡ് പോയിൻ്റ് കാണും. ബേസ്ഡ് ഓൺ ദാറ്റ് പോയിൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫില്ലിംഗ് പ്രോസസ്സ് പ്രൊസീഡ് ചെയ്യുന്നത്. ആ പോയിൻറ്റിനെയാണ് നമ്മളിവിടെ സീഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സീഡ് പോയിൻറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരു ഏരിയ ഫില്ല് ചെയ്യുമെങ്കിൽ അങ്ങനെയുള്ള അൽഗോരിതത്തിനെയാണ് നമ്മൾ സീഡ് ഫില്ലിംഗ് അൽഗോരിതംസ് എന്ന് പറയുന്നത്. സീഡ് ഫില്ലിംഗ് അൽഗോരിതംസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്സ്, ബൗണ്ടറി ഫിൽ അൽഗോരിതം ആൻഡ് ഫ്ലഡ് ഫിൽ അൽഗോരിതം. സോ ഫസ്റ്റ് വി ആർ മൂവിങ് ടു boundary fill algorithm. So what is this boundary fill algorithm? This algorithm is applied to fill an area of connected pixels using a specific fill color which is other than the boundary color. So the most important requirement here is the boundary of the region must be of a same color. അതായത് ബൗണ്ടറി ഫിൽ അൽഗോരിതം വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗിവൺ പോളിഗണിൻ്റെ ബൗണ്ടറി ഒരൊറ്റ കളറായിരിക്കണം അല്ലേ? ആ ബൗണ്ടറിക്കുള്ളിൽ നമുക്ക് വേറൊരു കളറ് ഈ ബൗണ്ടറി കളറുമായിട്ട് കമ്പയർ ചെയ്തായിരിക്കും ഫിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കി നമുക്ക് രണ്ട് പോളിഗൺസ് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു പോളിഗൺ വിത്ത് സെയിം ബൗണ്ടറി കളറും മറ്റേ പോളിഗണിന് എന്താണ് ബൗണ്ടറി കളർ ഡിഫറെൻറ്റ്. അപ്പോൾ ഇതിൽ ബൗണ്ടറി ഫിൽ അൽഗോരിതം ഏതിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ഫസ്റ്റ് ഫിഗറിൽ, അതായത് പോളിഗൺ വിത്ത് സിംഗിൾ ബൗണ്ടറി കളറിൽ മാത്രമേ ബൗണ്ടറി ഫിൽ അൽഗോരിതം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിപ്പിൾ കളറാണ് ബൗണ്ടറി എങ്കിൽ ഏത് അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല? ബൗണ്ടറി ഫിൽ അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ലെറ്റ്സ് മൂവ് ടു ദി വർക്കിംഗ് ഓഫ് ദിസ് അൽഗോരിതം. ഫസ്റ്റ്ലി വി നീഡ് ടു സെലക്ട് എ സീഡ് പോയിൻറ്റ്. ഓക്കെ, സീഡ് പോയിൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് എന്താ ചെക്ക് ചെയ്യേണ്ടത്? ആ അൽഗോരിതത്തിൽ നിന്ന് സീഡ് പോയിൻറ്റ് പിക്സലിൻ്റെ കളർ എന്താണെന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ അൽഗോരിതത്തിന് രണ്ട് ഇൻപുട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, ഒരു ബൗണ്ടറി കളറും ഒരു ഫില്ല് ചെയ്യേണ്ട ഫിൽ കളറും കൊടുത്തേക്കും. ഈ നമ്മൾ സെലക്ട് ചെയ്ത പിക്സൽ എന്താണോ ചെക്ക് ചെയ്യും, ബൗണ്ടറി കളർ ആണോ എന്ന് ചെക്ക് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ വി വിൽ ഫിൽ ഇറ്റ് വിത്ത് ദ ഫിൽ കളർ. ഇത് നെയ്ബറിംഗ് പിക്സൽസിലും ഇതേ പ്രോസസ്സ് ഒരു ഐട്രേറ്റിംഗ് ലൂപ്പായിട്ട് കണ്ടിന്യൂ ചെയ്തേണ്ടേയിരിക്കും. ഈ റിക്കേഴ്സീവ് പ്രോസസ്സ് എപ്പോഴും മാത്രമേ സ്റ്റോപ്പ് ചെയ്യുള്ളൂ ആ പോളിഗണിൻ്റെ ഇൻസൈഡ് പിക്സൽസ് എല്ലാം ഫിൽഡ് ആകുമ്പോൾ. സോ നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ പിക്സൽ കണക്റ്റീവ് പിക്സൽസിനെ കണ്ടുപിടിക്കുന്നതെന്ന്. അതിനുവേണ്ടി നമ്മൾ രണ്ട് അപ്രോച്ചസാണ് യൂസ്, കണക്റ്റഡ് അപ്രോച്ചസും 8 കണക്റ്റഡ് അപ്രോച്ചസും. ഈ 4 കണക്റ്റഡും 8 കണക്റ്റഡും നമ്മുടെ രണ്ട് ഫില്ലിംഗ് അൽഗോരിതത്തിനും, ബൗണ്ടറി ഫില്ലിങ്ങിനായാലും അതുപോലെ ഫ്ലഡ് ഫില്ലിങ്ങിനായാലും, സീഡ് ഫില്ലിംഗ് അൽഗോരിതത്തിൽ കണക്റ്റീവ് പോയിൻറ്റ്സിനെ ഡിറ്റർമൈൻ ചെയ്യാനാണ് നമ്മളിത് രണ്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് 4 കണക്റ്റഡ് അപ്രോച്ചസ് എന്ന് നോക്കാം. 4 കണക്റ്റഡ് അപ്രോച്ചസിൽ നമ്മളൊരു പിക്സലിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള 4 പൊസിഷൻസ് ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെയായിരിക്കും? അതിനോട് ചേർന്ന് ലെഫ്റ്റ്, റൈറ്റ്, എബവ്, ബിലോ എന്ന പിക്സൽ പൊസിഷൻ. സപ്പോസ് നമ്മൾ സെലക്ട് ചെയ്ത പിക്സൽ XY ആണെന്ന് വിചാരിക്കുക എങ്കിൽ അതിൻ്റെ 4 നെയ്ബേഴ്സ് ആരൊക്കെയായിരിക്കും? ലെഫ്റ്റ് എന്ന് പറയുന്നത് x-1, റൈറ്റ് എന്ന് പറയുന്ന x+1, ഇനി ടോപ്പ് എന്ന് പറയുന്നത് x,y-1 എന്ന പൊസിഷനും അതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് x,y+1 എന്ന പൊസിഷനും. അപ്പോൾ ഈ ഓർഡറിൽ നമ്മൾ പിക്സലിൽ കളർ ഫില്ല് ചെയ്യുമെങ്കിൽ അത് മെത്തേഡിനെയാണ് 4 കണക്റ്റഡ് മെത്തേഡ് എന്ന് പറയുന്നത്. 4 കണക്റ്റഡ് മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ബൗണ്ടറി ഫിൽ അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ബൗണ്ടറി ഫിൽ എന്ന ഫംഗ്ഷനകത്ത് നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ XY കോർഡിനേറ്റ്സ്,
പിന്നെ ഫില്ല് ചെയ്യേണ്ട കളറ് ഓൾറെഡി നമ്മൾ ഫില്ല് ചെയ്തേക്കുന്ന ബൗണ്ടറിയുടെ കളറ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സീഡ് പിക്സലിൻ്റെ കളറ് ഗെറ്റ് പിക്സൽ ഫംഗ്ഷൻ യൂസ് ചെയ്ത് റീഡ് ചെയ്യും. എന്നിട്ട് അത് എന്താണോ ചെക്ക് ചെയ്യും, അത് ബൗണ്ടറി കളറോ അല്ലെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യേണ്ട ഫിൽ കളറാണോ ചെക്ക് ചെയ്യും. എന്നിട്ട് എന്തിനാണ് ഫിൽ കളറാണോ ചെക്ക് ചെയ്യുന്നത്, ഓൾറെഡി ഫിൽഡ് ആണോ എന്നറിയാൻ. ഈ രണ്ട് കണ്ടീഷനും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഫില്ല് ചെയ്യേണ്ട ഫിൽ കളർ ഉപയോഗിച്ച് ആ പിക്സലിനെ ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ 4 കണക്റ്റീവ്സ് അല്ലേ, 4 കണക്റ്റീവ്സ് ആണ് x+1y, xy+1, x-1y, xy-1 ഇത് ഫില്ല് ചെയ്യും. എന്നിട്ട് വീണ്ടും ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും എല്ലാ പിക്സൽസും കംപ്ലീറ്റ് ആവുന്നവരെ. ഇവിടെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നോക്കി തന്നിരിക്കുന്ന ഫിഗറിൽ നമുക്ക് ഈ രണ്ടാമത്തെ സ്ക്വയർ ഫില്ല് ചെയ്യില്ല അല്ലേ. കാരണം എന്താണ്, താഴെ വന്ന് നോക്കുമ്പോൾ നമുക്ക് ഡയഗണലി പോവാൻ പറ്റില്ല അല്ലേ. നമ്മൾ എന്ത് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ, ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം. ഡയഗണലി മൂവ് ചെയ്യാതെ വരുന്നതുകൊണ്ട് ഇതിൻ്റെ ആ പോർഷൻ നമുക്ക് ഫില്ലാവാതെ പോകും. ഇത് ഫോർ കണക്റ്റഡ് മെത്തേഡിൻ്റെ ഒരു ഡ്രോബാക്കാണ്. ഇത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ എന്ത് അപ്രോച്ച് കൊണ്ടുവരുന്നത്, 8 കണക്റ്റഡ് അപ്രോച്ചസ് എന്ന് കൊണ്ടുവരുന്നത്. 8 കണക്റ്റ് അപ്രോച്ചിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ നേരത്തെ ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം എടുക്കുന്നതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ 4 ഡയഗണൽ പൊസിഷൻ, അതായത് x+1 y-1 എന്ന ഡയഗണൽ പൊസിഷനും x-1 y+1 എന്ന പൊസിഷനും x-1 y-1 ആൻഡ് x+1 y+1 ഈ 4 ഡയഗണൽസ് കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അൽഗോരിതത്തിന് നമ്മൾ എന്ത് ചെയ്യും, 4 കണക്റ്റഡ്, ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. സീഡ് പിക്സൽ സെലക്ട് ചെയ്യുന്നതും ഫംഗ്ഷൻ്റെ പാരാമീറ്റേഴ്സും എല്ലാം സെയിം ആണ്. ഇവിടെ എന്താണ്, നമ്മൾ 4 ഒരു പിക്സൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 പൊസിഷന് പകരം നമ്മളിവിടെ എന്ത് ചെയ്യും, 8 പൊസിഷൻസ് അല്ലേ, അതിൻ്റെ ഡയഗണൽസ് കൂടെ ഉൾപ്പെടുന്ന പൊസിഷൻസ് ചെക്ക് ചെയ്യും. ഇതാണ് 8 കണക്റ്റഡ് ആൻഡ് 4 കണക്റ്റഡ് അപ്രോച്ച്. ഈ 2 അപ്രോച്ചസ് യൂസ് ചെയ്താണ് നമ്മൾ ഏതൊക്കെ അൽഗോരിതംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ബൗണ്ടറി ഫില്ലും ഫ്ലഡ് ഫില്ലും. So next we are moving to flood fill algorithm. So this algorithm is used to fill a connector region by replacing all pixels of a given integer color with a new fill color, which means unlike boundary fill, flood fill does not depend on the boundary color. ബൗണ്ടറി കളർ എന്തായാലും ശരി അതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻസൈഡ് ഒരു പിക്സൽ പോയിൻറ്റിൻ്റെ എക്സിസ്റ്റിംഗ് കളറിനെ റീപ്ലേസ് ചെയ്ത് വേറൊരു കളർ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അൽഗോരിതമാണ് ഇതെന്ന് പറയുന്നത് ഫ്ലഡ് ഫിൽ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബൗണ്ടറി ഡിഫറെൻറ്റ് കളർ ആയിട്ടുള്ള പോളിഗണിലും ഏത് അൽഗോരിതം ഉപയോഗിച്ച് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും, ഫ്ലഡ് ഫിൽ അൽഗോരിതം ഉപയോഗിച്ച് ഫില്ല് ചെയ്യാൻ പറ്റും. ഇവിടെയും നമ്മൾ 4 കണക്റ്റഡും 8 കണക്റ്റഡും യൂസ് ചെയ്യാം. ഇവിടുത്തെ മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ബൗണ്ടറിയെ ബേസ് ചെയ്യുന്നില്ല, പകരം സീഡ് പിക്സൽ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ ഒരു ഡിഫോൾട്ട് കളറായിട്ട് ഫില്ല് ചെയ്യുകയും ആ കളറിനെ നമ്മൾ ഓഡ് കളർ എന്ന് അസ്യൂം ചെയ്യുന്നു അല്ലേ. അപ്പോൾ ആ ഓഡ് കളർ വരുന്നിടത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ന്യൂ കളർ വെച്ച് ഫില്ല് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. 4 കണക്റ്റഡ് മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ ഫ്ലഡ് ഫിൽ അൽഗോരിതം വർക്ക് ചെയ്യും നോക്കാം. അപ്പോൾ അതെന്തായിരിക്കും, ഫ്ലഡ് ഫിൽ എന്ന ഒരു ഫംഗ്ഷൻ കാണും. അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സീഡ് പിക്സലിൻ്റെ XY കോർഡിനേറ്റും പിന്നെ എന്താണ് ആ പിക്സലിൻ്റെ ഇപ്പോഴത്തെ കളർ അതിന് ഓൾഡ് കളറായിട്ടും നമുക്കിനി ഫില്ല് ചെയ്യേണ്ട കളറിനെ ന്യൂ കളറായിട്ടും നമ്മൾ വയ്ക്കുന്നു. നമ്മൾ എന്ത് ചെക്ക് ചെയ്യും, ഓരോ പിക്സൽ സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ കളറ് ഓഡ് കളറാണോ എന്ന് നോക്കും അല്ലേ. നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൾഡ് കളർ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ലൂപ്പിനകത്തേക്ക് പോവുള്ളൂ. കാരണം നമ്മൾ റീപ്ലേസ് ചെയ്യണം അല്ലേ, കാരണം ബൗണ്ടറി ആയിരുന്നു നോക്കുന്നില്ല. അപ്പോൾ ഓൾഡ് കളർ അല്ല എന്നുണ്ടെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യും. ഓൾഡ് കളർ ആണെങ്കിൽ അതിൻ്റെ ആ കളറിനെ റീപ്ലേസ് ചെയ്ത് ന്യൂ കളർ അവിടെ ഫില്ല് ചെയ്യും. അപ്പോൾ ഇതാണ് എന്തിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, ഫ്ലഡ് ഫിൽ അൽഗോരിതത്തിൻ്റെ വർക്കിംഗ്. 8 കണക്റ്റഡ് ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഏത് പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്യണം, ബൗണ്ടറി പിക്സൽ പൊസിഷൻസ് കൂടെ നമ്മൾ ഓൾഡ് കളറിനെ റീപ്ലേസ് ചെയ്ത് ന്യൂ കളർ ഫില്ല് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ 2 മെത്തേഡ്സിൻ്റെയും പ്രത്യേകത മനസ്സിലായല്ലോ. ബൗണ്ടറി ആണെങ്കിൽ സിംഗിൾ ബൗണ്ടറി ഉള്ള ഒരു പോളിഗൺ ഫില്ല് ചെയ്യാൻ മാത്രവും, ഡിഫറെൻറ്റ് ബൗണ്ടറി കളറുള്ള പോളിഗൺ ഫില്ല് ചെയ്യാനാണെങ്കിൽ നമ്മളവിടെ ഫ്ലഡ് ഫില്ലും യൂസ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.